ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ച് ഒരു അടിപൊളി ഇയറിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് സ്റ്റോൺ ചെയിനാണ്, വൈറ്റ് സ്റ്റോൺ ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മീറ്റർ അളവിന് നമുക്ക് ഫാൻസി ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അഥവാ OHP ഷീറ്റാട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 സ്റ്റോൺ വരുന്ന രീതിയിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം 7 സ്റ്റോൺ വരുന്ന രീതിയിൽ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. 7 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് B7000 ആണ് ഞാനിവിടെ ഗ്ലൂ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യം ഞാൻ 7 സ്റ്റോൺ എന്നുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, ആദ്യം അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ രണ്ടാമത് 10 സ്റ്റോൺ വരുന്ന ആ ഒരു ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം 7 സ്റ്റോൺ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ 7, 10, 7 എന്നുള്ള രീതിയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഈ ഒരു പീസ്, ചെറിയ പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും, നമ്മുടെ ഇയറിങ്ങിനൊരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാനത് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇയറിങ്ങിൻ്റെ ബേസ് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിതേ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഇയറിങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പോർഷൻ, അതായത് മുകളിൽ 3 കല്ല്, അതുപോലെ താഴെ ബാക്കി ഹാങ്ങിങ് ചെയ്ത രീതിയിൽ വേണം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഈ ഗ്ലൂ ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഇയറിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇയറിങ് മേക്കിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൊള്ളുക. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.